ഹോർമുസ് കടലിടുക്കിലൂടെ വന്ന എണ്ണക്കപ്പൽ മുംബൈയിലെത്തി. സംഘർഷത്തിന് ശേഷം ഹോർമുസ് കടലിടുക്കിലൂടെ ഇന്ത്യയിലെത്തുന്ന ആദ്യ കപ്പലാണിത്. 1,35,335 മെട്രിക് ടൺ അസംസ്കൃത എണ്ണയാണ് കപ്പൽ വഹിക്കുന്നത്. വിവരങ്ങളുമായി റഷീദ് ചേരുന്നുണ്ട്. റഷീദ്, രാജ്യത്ത് വലിയ എണ്ണ പ്രതിസന്ധി, പാചകവാതക പ്രതിസന്ധി തുടരുന്നതിനിടെയാണ് ഇപ്പോൾ ആദ്യ കപ്പൽ ഇന്ത്യയിലെത്തുന്നത്. ഇത് പ്രതിസന്ധിക്ക് ഒരു വലിയ ആശ്വാസമാകാനുള്ള സാധ്യതയുണ്ടോ? ഹരി, നിലവിൽ വലിയ ആശ്വാസം എന്ന് പറയാൻ കഴിയില്ല. കാരണം ഒരു കപ്പൽ മാത്രമാണ് ഈ ഹോർമുസ് കടലിടുക്ക് വഴി ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ന് ഉച്ചയോട് കൂടിയാണ് മുംബൈ തുറമുഖത്ത് ഈ കപ്പൽ എത്തിയിട്ടുള്ളത്. സൗദിയിൽ നിന്ന് ക്രൂഡ് ഓയിലുമായി എത്തിയിട്ടുള്ള ലൈബീരിയ പതാകയുള്ള ടാങ്കർ ഷെല്ലോങ് സുയസ് മാക്സ് ആണ് മുംബൈയിൽ ഇപ്പോൾ നങ്കൂരം വിട്ടിരിക്കുന്നത്. എന്തായാലും മാർച്ച് 1-ാം തീയതിയാണ് സൗദിയിൽ നിന്ന് ഈ കപ്പൽ പുറപ്പെടുകയും പിന്നീട് അത് ഇപ്പോൾ മുംബൈയിൽ എത്തിച്ചേരുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും 1,35,000-ലധികം ലിറ്റർ ക്രൂഡ് ഓയിൽ ഇതിൽ ഉണ്ട് എന്നുള്ളതാണ് കണക്ക് കൂട്ടുന്നത്. 36 മണിക്കൂറിന് ശേഷമായിരിക്കും ഈ ഇന്ധനമൊക്കെ തന്നെയും മറ്റു മേഖലകളിലേക്ക്, പ്രത്യേകിച്ചും ഈ റിഫൈനറി മേഖലകളിലേക്കും ശാലകളിലേക്കും എത്തിക്കാനാവുക. ഇതിനുശേഷം ഇത് ശുദ്ധീകരിച്ച് മറ്റു ഇന്ധനങ്ങളാക്കി മാറ്റും എന്നുള്ളതാണ് ഇപ്പോൾ പെട്രോളിയം മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം മറ്റു കൂടുതൽ മേഖലകളിൽ നിന്ന് ഇന്ധന ഇറക്കുമതി ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കി. എന്നാലും ഒരു താൽക്കാലികമായിട്ടുള്ള ആശ്വാസം എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. അതേസമയം ഇപ്പോഴും നിലവിൽ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ LPG സിലിണ്ടർ വിതരണത്തിലടക്കം വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഹരി, ശരി. ഹോർമുസ് കടലിടുക്കിലൂടെ വന്ന ആദ്യ എണ്ണക്കപ്പൽ മുംബൈയിലെത്തിയിരിക്കുകയാണ്. റഷീദാണ് വിവരങ്ങൾ നൽകിയത്.